ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഓർഗനൈസിംഗ് സെക്രട്ടറിയാണ്. പേര് രാമൻ തിരുമുൽപ്പാട്, സഖാവ് രാമൻ തിരുമുൽപ്പാട്. കമ്മ്യൂണിസ്റ്റുകാർ പരസ്പരം പേര് വിളിച്ചല്ല സംബോധന ചെയ്യേണ്ടത്, സഖാവെ എന്നാണ് വിളിക്കേണ്ടത്. സഖാവ് എന്ന വാക്കിന് സുഹൃത്ത് അല്ലെങ്കിൽ യാതൊന്നും പ്രത്യുപകാരമായി ആഗ്രഹിക്കാത്ത സതീർത്ഥ്യൻ എന്നാണ് അർത്ഥം. ഇതുപോലെ സോഷ്യലിസ്റ്റ് ഗ്രൂപ്പുകൾ തിരുവനന്തപുരത്തും കൊച്ചിയിലും മലബാറിലും സംഘടിച്ചു കഴിഞ്ഞു. തെളിവിൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി എന്നുള്ളത് ഒളിവിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ചുവന്ന പതാകയിൽ അരിവാളും ചുറ്റികയും അതാണ് നമ്മുടെ അടയാളം. ICS means Indian Civil Service. When there is no live civilian in this country, what is the relevance of a civil service? ഞാനും ഈ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ്. Good. Earlier the better. സഖാവിനെ എന്നാ ഇങ്ങോട്ട്? ഞാൻ സഖാവ് ശിവനുമായി ബന്ധപ്പെട്ടോളാം. തിരുമുൽപ്പാട് പാട് തന്നെയാണ്. എന്നാ ഇംഗ്ലീഷാ? കൃഷ്ണ ഹരേ രമ ഹരേ കൃഷ്ണ ഹരേ. ശ്രുതി കലങ്ങി കിടക്കുക. അതെ അതെ, മഠത്തിലെ ശ്രുതിയാ കലങ്ങി കിടക്കുന്നത്. നിങ്ങൾക്ക് പറയാൻ വയ്യെങ്കിൽ ഞാൻ പറയാം. എത്ര നാളെന്ന് വെച്ചാൽ ഇങ്ങനെ ചമച്ചു പോടേണ്ടത്? ആദ്യം ഒരാൾ വന്നു, പിന്നെ ഒരാൾ വന്നു. ഇതെന്താ സത്രാണോ? ശിവനില്ലേ? ആര്? ശിവസുബ്രഹ്മണ്യം. മോളിലുണ്ട്. ഓ, എന്താ ശ്രീധര? ഈ നൂറുദ്ദീൻ കയർ ഫാക്ടറി തൊഴിലാളിയാ. ഇവരുടെ ഒരു കാര്യം പറയാനാ വന്നത്. വേതനം കൂട്ടണമെന്ന് തൊഴിലാളികൾ പറയാൻ തുടങ്ങിയിട്ട് 6 മാസമായി, ഒരനക്കവുമില്ല. ഇനിയെങ്കിലും ഒരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ തൊഴിലാളികൾ കഷ്ടത്തിലാവും. നിങ്ങൾ സായിപ്പിനോട് നേരിട്ട് സംസാരിച്ചില്ലേ? നേരിട്ട് സംസാരിച്ചില്ല. മാനേജറെ ഇടനിലക്കാരൻ. അയാൾ എന്തൊക്കെയാ സായിപ്പിനെ പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കുന്നതെന്ന് അറിയില്ല. ശിവൻ നേരിട്ട് സായിപ്പിനോട് സംസാരിച്ചാൽ കാര്യം ശരിയാവും. ഞാൻ വരാം, നാളെ തന്നെ സംസാരിക്കാം. എന്നാ ഞങ്ങൾ ഇറങ്ങാം. ശ്രീധരൻ നാളെ അവിടെ കാണില്ലേ? ഉണ്ടാവും. ശരി. പാർട്ടി വളർന്നു തുടങ്ങിയല്ലേ ശിവ? സായിപ്പിനോട് സംസാരിച്ചു നോക്കാം. നടന്നു കിട്ടിയ വലിയൊരു നേട്ടമല്ലേ. ഉർമീസ് വരുന്നോ? സായിപ്പ് വല്ല ലോ പോയിന്റ് കയറി പിടിച്ചാ തിരിച്ചു കയറി പിടിക്കാൻ കൂടെ ഒരു BL-കാരനുള്ളതൊരു ശക്തിയാ. പിന്നെന്താ, ഞാനും വരാം. ശിവനിപ്പോ ആരാന്നറിയോ? ലീഡർ ഇൻ ദ മേക്കിംഗ്. സായിപ്പ് ഇപ്പൊ വെള്ളം കുടിക്കായിരിക്കും. 1-2 ലാ പോയിന്റുകൾ ഞാൻ ഇംഗ്ലീഷിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ടേ. ഒന്നും വിട്ടുപോകാതിരുന്നാ മതിയായിരുന്നു. No! How can it be? It's impossible. Look, Mr. William Goodacre, you have to change your attitude. We have come for a compromise, and you are getting agitated. You cannot be hostile to us in our land. The workers' demand is not for the share of your profit. They are asking only for a minimum raise in their wages, which sounds very reasonable. I warn you, sir, if you do not agree to this minimum demand, the workers will go for an indefinite strike. സായിപ്പ് സമ്മതിച്ചു. 3 മാസത്തെ മുൻകാല പ്രാബല്യത്തോടു കൂടി കൂലി വർധനവ് തരാനാണ് തീരുമാനം. സഖാവ് ശിവൻ, സഖാവ് ശിവൻ, സഖാവ് ഉർമീസ്, ഒരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനാ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. കയർ ഫാക്ടറി തൊഴിലാളികൾക്ക് വേണ്ടി ഗുഡേക്കർ സാഹിബിനോട് സംസാരിക്കാൻ ആ ശിവനോടൊപ്പം ഉർമീസും ഉണ്ടായിരുന്നു. വലിയ തൊഴിലാളി നേതാവാ ഇപ്പൊ ഉർമീസ്. ഇങ്ങനെയാണ് കാര്യങ്ങളെങ്കിൽ എനിക്ക് അമ്മിണിയുടെ കാര്യത്തിൽ മറ്റൊരു തീരുമാനം എടുക്കേണ്ടി വരും. ഒന്നേ വീട്ടിലോട്ട് വാ, അല്ലെങ്കിൽ കുഞ്ഞ് മദ്രാസിലോട്ട് പോകും. ദാ മുതലാളി അതിനുള്ള കാശും തന്നിട്ടുണ്ട്. വേണ്ട ഉണ്ണുണ്ണി. അപ്പോ തൊഴിലാളി നേതാവാകാൻ തന്നെയാണ് തീരുമാനം. മുത്തൂരാ മുതലാളി ഇങ്ങനെ വന്നിരുന്നു. അമ്മണി കുഞ്ഞിനെ വേറെ കെട്ടിക്കോന്ന് പറഞ്ഞു.
ആ കാര്യത്തിനും കൂടി ഒരു തീരുമാനമെടുക്കണം. നേതാവ് ഇവിടെയും തൊഴിലാളികൾക്ക് കൂലി കൂട്ടി കൊടുക്കണമെന്ന് പറയാൻ വന്നതായിരിക്കും. ഊർമീസിന് ഇതിന്റെ വല്ല കാര്യമുണ്ട്. എന്റെ മോളെ കെട്ടിച്ചേരാൻ വേണ്ടി പറയുന്നതല്ല. ചോരത്തിളപ്പിൽ ഇങ്ങനെ പലതും തോന്നും. പഠിച്ച് അന്തസ്സുള്ളൊരു ജീവിതം ഉണ്ടാക്കാൻ നോക്കും. ഞാൻ അമ്മണിക്കുട്ടിയുടെ കാര്യം സംസാരിക്കാനാണ് വന്നത്. അമ്മണിയുടെ കാര്യം സംസാരിക്കാൻ ഒന്നുമില്ല. മാപ്ലശ്ശേരി തരകൻ മുതലാളിയുടെ മകൻ ICS കാരൻ ഉർമീസ് തരകൻ അമ്മണിയെ കെട്ടും, അതുറപ്പാ. പക്ഷേ തൊഴിലാളി നേതാവ് ഉർമീസ് തരകൻ അമ്മണിയെ കെട്ടത്തില്ല, അതും ഉറപ്പാ. ഇപ്പോഴും ഞാൻ പ്രാർത്ഥിക്കായിരുന്നു അച്ഛന്റെ മനസ്സ് മാറണമെന്ന്. അച്ഛൻ തിരിച്ചു വീട്ടിൽ പോണം, പഠിച്ച് ICS എടുക്കണം. അമ്മണിക്കുട്ടിക്കും ആ പദവിയാണ് ഇഷ്ടമല്ലേ? അല്ല, ഞാൻ വിളിച്ച എന്റെ കൂടെ ഇറങ്ങി വരൂ. മനസ്സിലായിട്ടല്ല, എന്റെ അപ്പച്ചന് ഞാൻ മാത്രമേ ഉള്ളൂ. ഓർമ്മ വെച്ച കാലം മുതൽ എനിക്ക് അപ്പച്ചനും. അമ്മച്ചയ്ക്ക് അവസാനത്തെ മുത്തം കൊടുത്തപ്പോ കോരിയെടുത്തത് അപ്പച്ചൻ എന്റെ തോളിൽ. എനിക്ക് വേണ്ടി എന്റെ അപ്പച്ചൻ ജീവിക്കുന്നത്. അപ്പച്ചന്റെ മനസ്സ് വേദനിപ്പിക്കാൻ എന്നെ നിർബന്ധിക്കരുത് അച്ഛായ. എന്റെ നിസ്സഹായത കർത്താവിന് മാത്രമേ അറിയൂ. എന്നെ വെറുക്കരുത് അച്ഛായ. അമ്മണിക്കുട്ടി നിസ്സഹായ. എനിക്കിപ്പോ കുറ്റബോധം തോന്നുന്നു. ഉർമീഷ് മദ്രാസിന് തിരിച്ചു. പറയുന്നത് സഖാവ് ശിവനല്ല, പഴയ സ്നേഹിതൻ ശിവൻ. ഉർമീഷിന് വലിയൊരു ഭാവിയുണ്ട്. അന്തസ്സുള്ള ഉദ്യോഗം, ജീവിത സൗകര്യങ്ങൾ, സ്നേഹിച്ച പെൺകുട്ടി. അടുത്തെത്തി നിൽക്കുന്ന ഈ ആഗ്രഹങ്ങളൊക്കെ വേണ്ടെന്ന് വെക്കുന്നത് അത്ര എളുപ്പമല്ല. പാവപ്പെട്ടവരെ സ്നേഹിക്കാനുള്ള ഒരു മനസ്സുണ്ട് ഉർമീഷിന്. അത് കാത്തു സൂക്ഷിച്ചാൽ മതി. ഞാൻ ഇനി മദ്രാസിന് പോകുന്നില്ല ശിവ. എന്തൊക്കെയോ പ്രതീക്ഷിച്ചുകൊണ്ടാണ് എല്ലാവരും എന്നെ സ്നേഹിക്കുന്നത്. പക്ഷെ ഒന്നും പ്രതീക്ഷിക്കാതെ എന്നെ സ്നേഹിക്കുന്ന കുറെ ആൾക്കാരുണ്ട് ഇവിടെ. താനും തന്നോടൊപ്പം വന്നതുകൊണ്ട് മാത്രം എന്നെ തോളിലേറ്റിക്കൊണ്ടു കിടന്ന പാവപ്പെട്ട തൊഴിലാളികളും. ഈ ICS കെട്ടുകാഴ്ച കൊണ്ട് എനിക്ക് നേടാവുന്ന സ്വകാര്യ സുഖങ്ങളെക്കാൾ എത്രയോ വലുതാണ് പാവപ്പെട്ട തൊഴിലാളികളുടെ ഭക്ഷണി പിഞ്ഞാണിയിൽ നമുക്ക് നേടിക്കൊടുക്കാനാവുന്ന അവർക്ക് അവകാശപ്പെട്ട അർത്ഥമുള്ള ഒരു പിടി ചോറ്. എനിക്ക് അഭിമാനം തോന്നുന്നു ഉർമീസ്. ഉർമീസ് തരകൻ മുതലാളിയല്ല, ഒരു സഖാവാണ്.